എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കും. മൈ പ്ലേഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകിപ്പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതെ ഇരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, സ്വാതമിക്കോളും. എസ്കേപ്പിസം. ദിസ് ഇസ് എസ്കേപ്പിസം. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. Only cowards do that. And I don't want to believe that you're one of them. Because once I loved you. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം, അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞു കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വേഷം, ഫാസിനേഷൻ. അത് തന്നെയായിരുന്നു രവിക്ക് എന്നോടും. യു ഫെൽ ഫോർ മൈ ലുക്സ് ആൻഡ് നെവർ ബോദർഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാളച്ചിട്ടയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം. ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം, ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. അതെന്റെ ആവശ്യമാണ്. I am not your wife anymore and I am not ready to take any bullshit. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. Upon God, ഞാൻ അതിൽ നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം അതിന് കാരണം. ഇന്നോർക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവി അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. You are a narcissist. You can only love one person in this world. That's yourself. മതി, കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്.
വൈകിപ്പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നെനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. താങ്ക് യു. എവിടെയാണെങ്കിലും രവിയെ ഞാൻ മറക്കില്ല. എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ബൈ. ബൈ. കാശ്മീരിലേക്ക് അയക്കുന്ന പ്ലാറ്റൂണിന്റെ പേപ്പേഴ്സ് ഒന്ന് വേണം. അവരെല്ലാവരും പോയി കഴിഞ്ഞു സാർ. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു. മണി, come. നീ പോകുന്നില്ല. Come on. Hey, what are you doing? He is not medically fit. ഇയാൾ അയക്കാൻ പാടില്ല. If that is the case, I want to see the medical certificate. I'll show it in the office. Sir, I cannot allow you to do this until you show me the certificate or commander's order. നിന്റെ അനുവാദം വേണ്ട. ഞാൻ ഇവനെ കൊണ്ടുപോകും. Sir, you cannot. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. Sir, നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ല. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അപ്രൂവ് ചെയ്ത ലിസ്റ്റാണിത്. ആരുടെയും തോന്നിയവാസത്തിന് ഇത് മാറ്റാൻ ഒക്കില്ല. You may even get a court martial. I don't care. I am ready to face any consequences for this. You do whatever you can. നീ പേടിക്കണ്ട. നിന്റെ ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തു. നീ ഉടനെ നാട്ടിലേക്ക് പോകണം. വാ. അതെ, ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ 75,000 രൂപ. ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകയിൽ കയറി ചക്കാത്തിന് സിനിമ കാണില്ല. ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും. നന്ദിയില്ലാത്ത ജാതികൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അത് അവനൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. ഇരിക്കുമായിരുന്നു. മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ടോ എന്ന് അവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിയെന്ന് അവൻ പറയുന്നത്. അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ?